നമ്മുടെ കേരള PSC മാർച്ച് മാസത്തിൽ നടത്തുന്ന പരീക്ഷയുടെ ഡീറ്റെയിൽസും അതിൻ്റെ സിലബസിൻ്റെ വിവരങ്ങളും എത്ര പേർ അപേക്ഷിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം നിങ്ങൾ PSCക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളിലേക്ക്, അതുപോലെ PSC ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, സഹോദരങ്ങളിലേക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. അവർക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും പോസ്റ്റ് ഇതിലുണ്ടോ എന്ന് നിങ്ങളുടെ പ്രൊഫൈൽ മാച്ച് ചെയ്തൊന്ന് നോക്കിയാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും 22 പോസ്റ്റ് ഉണ്ട്, ഒരുപാടല്ല, 22ഓളം പോസ്റ്റുകളിലേക്കുള്ള എക്സാമാണ് മാർച്ച് മാസത്തിൽ PSC നടത്തുന്നത്. അങ്ങനെ നോക്കാമെന്നുള്ള കാര്യം പറഞ്ഞുതരാം. പോയിന്റ് 1, അതായത് ഒന്നാമത്തെ പരീക്ഷയായിട്ട് കാറ്റഗറി നമ്പർ 316/2024 കാണാൻ സാധിക്കുന്നതാണ്. പോസ്റ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, സെക്യൂരിറ്റി ഓഫീസറാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. യൂണിവേഴ്സിറ്റി ഇൻ കേരളയിലേക്ക് വിളിച്ചിട്ടുള്ളതാണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ച റിക്രൂട്ട്മെൻറ്റ് ആണ്. അതുപോലെ എക്സാമിനേഷൻ ഡേറ്റ് മാർച്ച് 5-ാം തീയതിയാണ് പറഞ്ഞിട്ടുള്ളത്, ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അഡ്മിറ്റ് കാർഡ് 19/2/2026 വരും എന്ന് പറയുന്നുണ്ട്. കൺഫർമേഷൻ ഒരു ഇററാണ്, 21/12 ആയിരിക്കില്ല, 2025 ആയിരിക്കും. 21/12/2025 മുതൽ 9/1/2026 വരെയാണ് ഇവിടെ പറയുന്നത്. കാരണം ഡേറ്റിൽ ഇവിടെ ഒരു മിസ് മാച്ച് വന്നതാണ്. PSCയുടെ ഒഫീഷ്യലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഡേറ്റിൽ ചെറിയൊരു ഇറർ വന്നതാണ്, അത് കാര്യമാക്കണ്ട. അതിൻ്റെ അടിയിലേക്കെല്ലാം കുറച്ചധികം 12-ാം മാസം ആയിട്ടില്ല, അത് ഡിസംബറാണ് ഉദ്ദേശിക്കുന്നത്. ജനുവരി 2025 നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, 2025 നോർമലി അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും കൺഫർമേഷനൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ OMR എക്സാമാണ് 100 മാർക്കിൻ്റേത്. അതുപോലെ 1.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണ്. 4 പേരാണ് ടോട്ടലി അപേക്ഷിച്ചിട്ടുള്ളത്. സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്കെല്ലാം തന്നെ ഇങ്ങനെ നോക്കി പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഒരുപാടധികം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ റേഞ്ച് ഓഫീസർ കാണാൻ സാധിക്കുന്നതാണ്, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, അതിൻ്റെ മെയിൻ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പേപ്പർ 1, അതുപോലെ തന്നെ പേപ്പർ 2 നടക്കുന്ന ടൈം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ്റെ കൺഫർമേഷൻ നോട്ട് റിക്വയർഡ്, കൺഫർമേഷൻ കൊടുക്കണ്ട എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മെയിൻസിന് വേണ്ടിയുള്ള. കാരണം അതിൻ്റെ പ്രിലിമിനറി പാസ്സായിട്ടുള്ളവർക്കാണ് മെയിൻസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇംഗ്ലീഷിലാണ് വരുന്നത്. അതുപോലെ 272 പേരാണ് അതിനുള്ളത് എന്നുള്ള കാര്യം കാണിക്കുന്നത്. സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് കാണുന്നതായിട്ട് നമുക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് മറ്റൊരു കാറ്റഗറി നമ്പറിൽ ഇവിടെ വന്നത് കാണാൻ സാധിക്കും. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് തന്നെ അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. യൂണിഫോം പോസ്റ്റ് എന്ന് പറയാൻ ആ ഒരു പോസ്റ്റ് ഒക്കെയാണ് ഉള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 22ഓളം പോസ്റ്റിൻ്റെ പരീക്ഷയാണ് നടക്കാനായിട്ട് പോകുന്നത്. വിവിധ പോസ്റ്റുകൾക്ക് വളരെ ചുരുക്കം പേര് അപേക്ഷിച്ച പോസ്റ്റുകളുമുണ്ട്, ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുള്ള പോസ്റ്റുകൾ, അങ്ങനെ എല്ലാം ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. സിലബസ് അടക്കമുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ, അതായത് ഈ ലിങ്ക്, ഈ ഒരു PDF ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.